ഹലോ ടെസ്റ്റിംഗ്. ഹലോ ഹലോ ഹലോ. പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികളെ, വെള്ളമടിച്ചു വരുന്ന വഴി വള്ളത്തിൽ നിന്ന് ഒരു വെള്ളിയാഴ്ച വെള്ളത്തിൽ വീണ് മരിച്ച വെള്ളയാടി വള്ളിയപ്പന്റെ പേരിലുള്ള എവറോളിംഗ് അലുമിനിയം ട്രോഫിക്ക് വേണ്ടിയുള്ള അഖിലലോക ഫുട്ബോൾ മത്സരമാണ് ഈ കുണ്ടും കുഴിയും നിറഞ്ഞ കണ്ടത്തിൽ നടക്കാൻ പോകുന്നത്. മുടിഞ്ഞു പോകാൻ ശ്വാസം മുട്ടുന്നു. അഖില ലോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ നാട്ടുകാർ മാത്രമേ ഉള്ളൂല്ലോ. അഖില ലോകാതല്ല തിരുമേരി, അഖില ലോക്കൽ നാട്. പ്രിയമുള്ളവരെ, ഏതാനും നിമിഷങ്ങൾക്കകം കളി ആരംഭിക്കാൻ പോകുന്നതാണ്. കണ്ടത്തിന്റെ നടുക്ക് കെട്ടിയിരിക്കുന്ന പശു, എരുമ, ആട് എന്നിവയെ അഴിച്ചു മാറ്റുക, ഇല്ലെങ്കിൽ ഞങ്ങൾ ലേലം ചെയ്യുന്നതാണ്. എന്റെ കയ്യിൽ നിന്നും മൈക്ക് തട്ടിപ്പറിച്ചു വാങ്ങിയിരിക്കുന്നത് ആർത്തിപ്പണ്ടാര മൂർത്തി. പ്രായമുള്ളവരെ, ഇന്നത്തെ കളി സ്പോൺസർ ചെയ്ത് കുത്തുവാള എടുത്തവരുടെ പേര് വിവരങ്ങൾ ഇവിടെ അറിയിച്ചു കൊള്ളുന്നു. പന്ത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പന്തളം നണ്ടു. പന്തിലെ കാറ്റ് ഫ്രീ ആയി അടിച്ചു തന്നിരിക്കുന്നത് ചടാക്ക് സൈക്കിൾ വർക്സിലെ വൈറ്റ് ട്യൂബ് വേസ്റ്റ്. ഗോൾ പോസ്റ്റിന് പിന്നിലെ വല സ്പോൺസർ ചെയ്തിരിക്കുന്നത് മുക്കുവൻ മക്കുണൻ. ഈ കണ്ടത്തിലെ പുല്ലുകൾ വൃത്തിയാക്കിയത് ചാത്തുണ്ണി മാഷിന്റെ മച്ചി പശു. പച്ചവെള്ളം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പച്ചാളം പാച്ചു. അനൗൺസ്മെന്റ് അഥവാ തെങ്ങപ്പാട്ട് കൂരി വീരാൻ ആൻഡ് സൗണ്ട്. ഇവിടെ മൂത്രപ്പറ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാൻ മൂർത്തി. നിന്റെ അപ്പനെ പോയി കൂടാ, എന്നോടാ നിന്റെയൊക്കെ സ്പോർട്സ്. കളിയുടെ മൂന്നാം ദിവസമായ ഇന്ന് കഞ്ഞിക്കുഴി ആട്ടസാന്റെ പോട്ടസ് ക്ലബും മട്ടാഞ്ചേരി മാട്ട പോട്ടസ് ക്ലബുമാണ് ഏറ്റുമുട്ടുന്നത്. കണ്ടത്തിന്റെ കിഴക്ക് ഭാഗത്ത് കച്ചങ്കേറിയ ഷട്ടിട്ടിറങ്ങിയിരിക്കുന്നത് കഞ്ഞിക്കുഴി ക്ലബിന്റെ ക്യാപ്റ്റൻ കുഞ്ഞപ്പ. വടക്ക് ഭാഗത്ത് മൂടികേറിയ കളസം കൈകൊണ്ട് മറച്ചു പിടിച്ചിറങ്ങിയിരിക്കുന്നതാണ് മാട്ട ക്ലബിന്റെ ക്യാപ്റ്റൻ മോഹൻ ബഗാന്റെ ഉച്ചയും അമേദ്യവും 4 നേരം കൂട്ടിക്കൊഴച്ച് ആസനത്തിൽ വാലം ചുരുട്ടിയിരിക്കുന്ന എത്ര കളി തോറ്റാലും നാണമില്ലാത്ത വളകാലൻ നാടു. പ്രിയമുള്ളവരെ, ഞാൻ മൂത്രി പറയാൻ അനുഭവിക്കൂ. കളിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്നലെ കളിയുടെ ഇടയിൽ പന്തിൽ ഒരു മുള്ള് കയറിയിട്ടുണ്ട്. ഹെഡ് ചെയ്യുന്നവർ സൂക്ഷിക്കുക. മറ്റൊരു അറിയിപ്പ്, കണ്ടത്തിന്റെ വരമ്പത്തിരിക്കുന്നത് എലിപ്പെട്ടിയാണെന്ന് ആരും നൈറ്റ് ധരിക്കരുത്. അത് ഫസ്റ്റ് എയ്ഡ്സ് ബോസ്കാണ്. പരിക്ക് പറ്റിയാൽ അതിലുള്ള കമ്മ്യൂണിസ്റ്റ് പച്ച സ്വയം പിഴിഞ്ഞൊഴിക്കുക. നീറിയാൽ നാറരുത്. അഷ്കരസ്ഫുടതയോടുകൂടി പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലടാ തെണ്ടിക്കളെ. ഈ ഓണക്കളി ഓണത്തല്ലാവുന്ന തോന്നണേ. നമസ്കാരമുണ്ട് മാവേളെ. ഷേണായി അല്ലേ? ഷേണായി ആയിരുന്നു, ഇപ്പൊ ഷീണായിട്ട് അങ്ങനെ ഇരിക്കുക. എന്റെ ഇത് മേത്ത് ഷാണായി. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? എനക്കും ബാറക്കും അടിപൊളി ജോലിയുണ്ട്. അടിപൊളി ജോലിയോ? എനിക്ക് ചണ്ടാരി, ബാരക്ക് ചെമ്മീൻ പൊളി. അതാണ് പറഞ്ഞത് അടിപൊളി ജോലി എന്ന്. അങ്ങനെ ദൈവത്തിന്റെ കൃപ കൊണ്ട് പട്ടിണി കിടന്ന് പോകുന്നു. മിണ്ടാതെ പോടാ. അങ്ങനെ വീട്ടിൽ ഓരോ 10-36 കൂട്ടം പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ. നമ്മൾക്ക് ഒരു മകളുണ്ട്, റുക്മണി. അവളെ ഓർത്തിട്ട് നമ്മൾക്ക് ഊണില്ല, ഉറക്കമില്ല, കുളിയില്ല, പൽതേപ്പില്ല. കാരണം എന്താ? ബാക്ടീരിയ. നമ്മുടെ തെക്കേ വീട്ടിലെ സെണ്ടക്കാരൻ ഗോപാലിന്റെ മകനുള്ളൂ. അവനാണ് നമ്മുടെ ജീവിതത്തിലെ ബാക്ടീരിയ. എങ്ങനെ? തൂണം ബേസ്കുത്തിലെ ചൂർപടി പോലെ മക്ക വളവക്കോതോ. എനിക്ക് മനസ്സിലായില്ല. ഇതാർക്കും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ഭാഷയില്ല. മാവേലിക്ക് കേൾക്കണോ അവന്റെ കയ്യിൽ. സങ്കട ചൊല്ലാമട്ടോ, സുംബണക്ക സംഗതി ചൊല്ലാമട്ടോ, സുംബണക്ക സംഗതി ഗുൽമാലേ, സുംബണക്ക സംഗതി ഗുൽമാലേ, ഗുൽമാലേ 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 ഗുൽമാലേ. ആകാശവാണി കോഴിക്കോട് പാചകരംഗം. ഇന്നത്തെ പാചകരംഗത്തിൽ മിസ്റ്റർ KM മാത്തൻ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടികൾക്ക് നമസ്കാരം. നമ്മൾ മിനിഞ്ഞാന്നാൽ ഫിഷ് മോളി ഉണ്ടാക്കാൻ പഠിച്ചു. ഇന്നലത്തെ പാചകരംഗത്തിൽ ഫിഷ് ബോബൻ ഉണ്ടാക്കാൻ പഠിച്ചു. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കറിയാണ് ജപ്പാനീസ് കൺഫ്യൂഷണൽ ചാള ഫ്രൈ. ഈ ചാള ഫ്രൈക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് അയിലയാണ്. നന്നായി ചീഞ്ഞ അയില 1.25 കിലോ,
വേണ്ട സാധനങ്ങൾ: അടുപ്പുകല്ല് 3 എണ്ണം, ആട്ടുകല്ല് ആവശ്യത്തിന്, നന്നായി മൂത്തുപാകമായ വേലക്കാരി 1, 18-നും 22-നും ഇടയിലായാൽ വളരെ നന്ന്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ഡൈനിങ് ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 3 ടേബിൾ ടെന്നീസ് സ്പൂൺ, കായം 1 പാക്കറ്റ്, പങ്കായം 2 എണ്ണം, കടുക് 21 എണ്ണം, മുട്ടയുടെ വെള്ള 1 കപ്പ്, മുട്ടയുടെ മഞ്ഞ 2 കപ്പ്, മുട്ടയുടെ നീല 1/2 കപ്പ്. മുട്ടയുടെ നീല നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ മുട്ടയുടെ വെള്ളയിൽ അല്പം നീലം കലക്കിയാൽ അത് മുട്ടയുടെ നീലയായി കിട്ടും. ആര്യവേപ്പില 2 എണ്ണം, ദ്രാവിഡ വേപ്പില 3 എണ്ണം, സോഡാപ്പൊടി 1 ഡിറ്റർജന്റ് സ്പൂൺ, ഉള്ളി കളഞ്ഞ തൊണ്ട് 1 കപ്പ്, വിനാഗിരി 1 കുപ്പി, വിജാഗിരി 4 എണ്ണം, ഉപ്പ് അനാവശ്യത്തിന്. ഇനി ചാള ഫ്രൈയിൽ ചേർക്കേണ്ട രണ്ടാമത്തെ ചേരുവകൾ: അമേരിക്കൻ മാവ് 1/2 കിലോ, മൈദമാവ് 1/4 കിലോ, അശ്വദ്ധാത്മാവ് 3/4 കിലോ, ഈസ്റ്റ് ആവശ്യത്തിന്. ഈസ്റ്റ് ഇല്ലെങ്കിൽ വെസ്റ്റോ സൗത്തോ നോർത്തോ ഉപയോഗിക്കാം. കിസ്മിസ് ആവശ്യത്തിന്. ഒറ്റ കിസ് പോലും മിസ്സാകാതെ സൂക്ഷിക്കണം. ഇനി തയ്യാറാക്കുന്ന വിധം കേൾക്കണ്ടേ? ആദ്യമായി മീനെടുത്ത് തല കിഴക്ക് വശം വരത്തക്ക രീതിയിൽ ടേബിളിൽ വെക്കുക. അപ്പോൾ യാതൊരു കാരണവശാലും വാല് പടിഞ്ഞാറ് വശത്ത് വരാൻ പാടില്ല. ഇനി ഒരു സ്കെയിലെടുത്ത് 5.7.2 ഇഞ്ച് നീളത്തിൽ മീൻ മുറിക്കുക. എന്നിട്ട് നന്നായി കഴുകുക. കഴുകുമ്പോൾ കയ്യിൽ മുള്ളുകൊണ്ട് സെപ്റ്റിക് ആകാൻ സാധ്യതയുള്ളതിനാൽ ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകുക. എന്നിട്ട് മീൻ മാറ്റി വെക്കുക. മാറ്റി വെച്ച മീനിൽ നല്ല ശ്രദ്ധ വേണം കേട്ടോ, അല്ലെങ്കിൽ പൂച്ച കൊണ്ടുപോകുകയേ. പൂച്ച. ഇനി മേശപ്പുറത്ത് വെച്ച ചേരുവകൾ എല്ലാം കൂടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി ജനലിലൂടെ പുറത്തേക്ക് കളയുക. ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അതിനുശേഷം അടുപ്പിൽ നന്നായി വിറക് വെച്ച് തീ പിടിപ്പിക്കുക. വിറക് കത്താതെ പുകഞ്ഞുകൊണ്ടിരുന്നാൽ അടുപ്പിൽ നിന്ന് വിറകെല്ലാം വാരി പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പ്രാഗിക്കൊണ്ട് ചീനച്ചട്ടി എടുത്ത് ഗ്യാസ് അടുപ്പിൽ വെക്കുക. അതിനുശേഷം എണ്ണ വെച്ചിരുന്ന കടുക് എണ്ണയിലൊഴിച്ച് പൊട്ടിക്കുക. തെറ്റിദ്ധരിക്കരുതേ, ഇത് കടുക് പൊട്ടുന്ന സൗണ്ട് തന്നെയാണേ. ഇനി എന്തെങ്കിലും ചേരുവകൾ ബാക്കിയുണ്ടെങ്കിൽ അത് ചീനച്ചട്ടിയിലേക്ക് ഒറ്റ ഒഴിക്കുക. തുടർന്ന് നന്നായി ചൂടാക്കുക. ചൂടായോ എന്നറിയാൻ കൈയിട്ട് ഇളക്കുക. അപ്പോൾ ഇങ്ങനൊരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ കറി ചൂടായെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മുറിച്ചു വെച്ച മീനും എടുത്ത് വീടിന്റെ ഉത്തരത്തിൽ കയറി തല കീഴായി കിടന്ന് ചട്ടിയിലേക്ക് മീൻ ഇടുക. ബ്ലും എന്ന ശബ്ദം കേട്ടാൽ മീൻ ചട്ടിയിൽ വീണ് എന്നർത്ഥം. ശേഷം കായത്തിനോടൊപ്പം വാങ്ങിച്ച പങ്കായം എടുത്തിട്ട് എന്ന താളത്തിൽ നന്നായി ഇളക്കുക. അപ്പോൾ നമ്മുടെ ജപ്പാനീസ് ചാള ഫ്രൈ ഒരു കുറുക്ക് പരുവത്തിൽ ആയി കാണും. ഇത് മീൻ കറിയായും ആവശ്യക്കാർക്ക് അല്പം പഞ്ചസാര ചേർത്ത് പായസമായും വിളമ്പാം. എന്നിട്ടും ഇത് ചെലവായില്ലെങ്കിൽ പശുവിനെ കാടിവെള്ളത്തിൽ കലക്കി കൊടുക്കാം. ഒരു വെടിക്ക് 3 പക്ഷി. ഈ കറി കൂട്ടിയ ശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഊണ് കഴിഞ്ഞിട്ട് എങ്ങനെ കൈ കഴുകാം എന്നതിനെക്കുറിച്ച് അടുത്ത ആഴ്ച ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. ഇതോടെ പാചകരംഗം കഴിഞ്ഞു. ആ പാചകപക്ഷി ആരാണ്ട് വെടിവെച്ച് കൊന്നു. അല്ല, നമ്മൾ ഈ പാതരംഗം കേട്ട് വാ പൊളിച്ച് നിന്നിട്ട് എന്താടോ കാര്യം? അതെ തിരുവേലി, വല്ല സദ്യ ഉണ്ടെങ്കിൽ ദാ ഒരു ബോർഡ് കേട്ടോ, വാ ഭിക്ഷ റെഡി, ഭിക്ഷ ഭിക്ഷ. എടോ, അത് ഭിക്ഷാരടിന്നല്ല, പിഷാരടിന്നാ. ആരാ ഓടി വരണേ? അയ്യോ, ആ പാട്ടുകാരൻ ചെക്കനാണല്ലോ. അവന്റെ പുറകെ ആൾക്കാരുണ്ടല്ലോ. എന്താ ഉണ്ടായത്? എന്താ? നീ മാവേലി മാമിനോട് പറയടാ. ഞാനൊരു നാടമുട്ട ചീമുട്ട ആനമുട്ട മുട്ട മൊട്ടക്കാരൻ വറീതല്ലേ വരണേ? വറീതേ, നീ എന്താ വറീഡായിട്ട് വരണേ? എന്താ മുട്ട? മാവേലിയാ? ഞാൻ മാവേലി. എങ്ങനെയുണ്ട് മുട്ട കച്ചവടം? മുട്ട വിറ്റ് തട്ടിയും മുട്ടിയും മുട്ടില്ലാതെ അങ്ങനെ പോകുന്നു. ഭാര്യക്കൊക്കെ സുഖം തന്നെയല്ലേ? അവക്ക് വസന്തേണേ വീട്ടിലിപ്പോ ഇരുന്നിരിക്കേന്ന്. കുട്ടികളിപ്പോ എത്രയായി? 7 എണ്ണം. 4 പൂവനും 3 പെരെ. മൂത്തവൻ എഗ്മോറി പഠിക്കുന്നു. അയ്യോ. രണ്ടാമത്തവൻ കോഴിക്കോട്. ഇളയവനല്ല, അവനിങ്ങനെ പപ്പും പൂടൊക്കെ മുളത്തി വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാട്ടും മുമ്പ് തെറിയാന്ന് പറയണത്. വറീദിന്റെ മോനല്ലേ? ആണല്ലേ? ഞാൻ എന്തോരം പേരെ സംശയിച്ച് ഒരാളെങ്കിലും പറഞ്ഞല്ലോ. നാറിയിട്ട് വയ്യ. വറീദ് മദ്യപിച്ചിട്ടുണ്ടോ? 8 മുട്ട വിറ്റ 1 ക്വാർട്ടർ തട്ടും. അപ്പൊ വൈകുന്നേരം വീട്ടിലേക്ക് എന്തുകൊണ്ടുപോകും? ഈ കാലിയായ കുപ്പിയൊക്കെ കൊട്ടയിലാക്കി കൊണ്ടുപോകും.
എന്നിട്ട് അത് വിറ്റ് പിള്ളേർക്ക് അരി വാങ്ങിക്കും. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ മുട്ടക്കച്ചവടത്തേക്കാൾ ലാഭം ഈ കുപ്പിക്കച്ചവടം. എന്നാ പിന്നെ കുപ്പിക്കച്ചവടം നിർത്തിയാ പോരോ? അപ്പൊ മുട്ടക്കച്ചവടം മാവേലി ഒന്ന് നടത്തുവോ? അത് പറ്റില്ല, ഞാൻ വേണേ അടിയിരിക്കാം. എന്തെങ്കിലും അല്ല, ഇത് ആരോ വരുന്നത്, ആ പാന്റും മുണ്ടിട്ട് വരുന്നത് എന്റെ മക്കളെ പഠിപ്പിക്കുന്ന സാറല്ലേ? എന്തോ സാറേ, ഇങ്ങനെ സാറേ. എന്താ പറയുന്നത്, രാവിലെ ഫോമിലാണല്ലോ. അല്ല, പിള്ളേര് യൂണിഫോമൊക്കെ ഇട്ട് പോകുമ്പോ എനിക്കൊരു ഫോം വേണ്ടേ? അല്ല സാറേ, എന്റെ മോൻ പഠിക്കാൻ എങ്ങനെ നല്ല മാർക്ക് വാങ്ങുന്നില്ലേ? നീ വിൽക്കുന്നത് അവൻ വാങ്ങുന്നു. എന്ത് മുട്ട? അതെനിക്ക് ഇഷ്ടായി. അല്ല അല്ല, നിർത്തണ. മാവേലി ചിരിച്ചോട്ടെ. മാവേലിക്ക് കൊല്ലത്തിൽ ഒരിക്കലല്ലേ ചിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് കേട്ടിട്ട് ദാത്തേണ്ടി എന്തിനാ ചിരിക്കണേ? അതിനു മുമ്പ് നിന്റെ കൊരവള്ളി ഞാൻ പൊട്ടിക്കോല. എന്താ ആഭാസത്തിൽ ഈ പറയുന്നത് പറയണേ? തന്റെ മകളെ പഠിപ്പിക്കുന്ന അധ്യാപകനായി നിക്കണേ. എന്റെ കർത്താവേ, ക്ഷമിക്കോട്ടെ മാഷേ. മാഷിന്റെ പേരെന്താ? എന്റെ പേര് P.A. രാക്ഷസാക്ഷൻ. നിന്റെ ശാസ്ത്രം ഞാനൊന്ന് അടിച്ച് പൊളിക്കൂടാ. നീ എന്തൊട്ട് വിഷയോടെ എടുക്കണേ? ഞാൻ കണക്കാ. നീ കണക്കായിട്ടാണല്ല എന്റെ മോളോടാ വൃത്തിയായിട്ട് പറഞ്ഞത്. എന്താ പ്രശ്നം? എന്റെ പൊന്നു മാവേലി, മുട്ടന്ന് വിരിയാത്ത എന്റെ മോളോട് ഇവൻ പറയണേ എന്താ ഫോർമുല കാണണോന്ന്. അത് ഞാൻ ക്ഷമിച്ച്. പിന്നെ ഇവൻ പറയണേ ലസാഗ് കാണണമെന്ന്. അത് ഞാൻ ഈ സൂത്രവാക്യം സൂത്രത്തിക്കിടി വാക്യം കണ്ടിട്ടല്ലേ? അല്ല, ഞാൻ വഴി കാണിച്ചു കൊടുക്കുക. നിന്റെ വീട്ടിലേക്കുള്ള വഴി ഞാൻ കാണിച്ചാലോ? എന്താ കണക്ക് മാഷിന് കണക്കിന് കിട്ടിയല്ലേ? എന്റെ കാരണം സ്കോറായി പോയി എന്റെ മാഞ്ഞാലി. മാവേലി എന്ന് പറയണോ? ഇങ്ങനെ അടിവെച്ച് ഉടിവെച്ച് നിൽക്കാതെ ആരെങ്കിലും ഒരാൾ കത്തി കൊണ്ട് കുത്ത്. അപ്പൊ ഒരാള് പോയി കിട്ടും, രണ്ടുപേർ ജയിലിൽ വാങ്ങും. അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് കിട്ടും. താൻ ആരാ? ഞാനൊരു പാവം പിച്ചക്കാരനാണ്. എന്തെങ്കിലും തരണേ. നാളെ ഇൻകം ടാക്സ് അടയ്ക്കാനുള്ളതാ. ഇല്ലെങ്കിൽ എന്റെ പിച്ചച്ചട്ടി ജപ്തി ചെയ്യും. ഞങ്ങളുടെ കാശൊന്നും ഇല്ലടോ. എന്നാ എന്റെ സെൽ നമ്പർ എഴുതിയെടുത്തു. വല്ലതും തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മൊബൈൽ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ എന്റെ കാറിൽ വരാം. മോനെത്തിയോ? വാട്ട് എ സർപ്രൈസ്. ഏതാ ഈ പിച്ചക്കാരൻ? ഇത് പിച്ചക്കാരനല്ല, ഇതെന്റെ സൺ ടിവിയാ. ശരിയാ, ടിവി ഉണ്ടല്ലോ. സാറേ, ഇവൻ ബെർമി സായിപ്പുമാരുടെ മുന്നിൽ നല്ല അന്തസ്സായിട്ട് നേടി നടന്നവരാ. മോനെ, നിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കൂ. ഞാനാണ് ബർമ, ഈ നാട്ടാർക്ക് ചേർന്ന ബൊമ്മ. ഗതിയൊന്നുമില്ല, ചുമ്മാ നടക്കുന്നു ഈ ബർമ. ചേർന്ന ബൊമ്മ, ഗതിയൊന്നുമില്ല, ചുമ്മാ നടക്കുന്നു ഈ ബർമ. ഞാൻ മിസ്റ്റർ ബർമ. വെറുമോശം എന്റെ ലൈഫിൽ സ്ഥിരം ജോലിയാണ് തെണ്ടൽ. അതുമില്ല എങ്കിൽ ബർമ തെണ്ടി മരിക്കും അമ്മ. ചില വീട്ടിൽ ചെന്ന തൂട്ട് കിട്ടില്ല കേട്ടോ ചേട്ടാ. മുറ്റത്ത് കണ്ട കിണ്ടി ഒക്കുന്നതാണ് ഹോബി. വെറുമോശം എന്റെ ലൈഫിൽ സ്ഥിരം ജോലിയാണ് തെണ്ടൽ. അതുമില്ല എങ്കിൽ ബർമ തെണ്ടി മരിക്കും അമ്മ. അമ്മമ്മ, ഞാനാണ് മിസ്റ്റർ ബർമ. നിൽക്കുന്നു 4 ലേഡീസ്, കാണാൻ ഇടന്റെ ബ്യൂട്ടി. കരളിൽ കടന്നു കൂടി ഇവളാണ് എനിക്ക് ജ്വാടി. ചേട്ടൻ കേടി താടിക്കിട്ടൊന്നു തെമ്പി തല ചുറ്റി വീണു സ്പോട്ടിൽ അവിടെ കിടന്നു തെണ്ടി. ചേട്ടൻ കേടി താടിക്കിട്ടൊന്നു തെമ്പി തല ചുറ്റി വീണു സ്പോട്ടിൽ അവിടെ കിടന്നു തെണ്ടി. അമ്മാ, ഞാനാണ് മിസ്റ്റർ ബർമ, ഈ നാട്ടാർക്ക് ചേർന്ന ബൊമ്മ.
കല്ലടിയാണ് ഇപ്പൊ കളഞ്ഞാനല്ല പാലും പാത്രം ഞാനും കൂടി തൊയ്റ്റിന്ന് പുറത്തേക്ക് പോയാന്. ഇതാ പോസ്റ്റ്. ആ അതാ മിറ്റത്ത് കുഴിച്ചിട്ടേക്കോനെ. അതല്ലിത്ത കമ്പി. കമ്പിയാണെങ്കി ഉമ്മർത്ത് ചാരി വെക്കട ഇറക്കാം, തേങ്ങ പൊതിക്കാലോ. കമ്പിയില്ല കമ്പിയാ. കമ്പിയില്ല കമ്പിയോ? നീ എന്താ മാജിക്കുകാരനാ? ഓ ഈ ഇത്തയുടെ ഒരു കാര്യം, ടെലഗ്രാം. ടെലഗ്രാം വെക്കണ ആളാണല്ലേ മോനെ. എത്ര കിലോഗ്രാം കൂടിയതാ മോനെ ഒരു ടെലഗ്രാം? എന്റെ ഇത്ത കമ്പിത്തപാൽ. അല്ലാ, പശുപാല് ആട്ടുംപാൽ എരുമപ്പാലിനൊക്കെ കേട്ടിട്ടുണ്ട് ഉള്ള. ഇതെന്തുട്ടാ ഈ കമ്പിത്തപാല്? എനിക്ക് പറഞ്ഞിരിക്കാൻ സമയമില്ല കേട്ടോ, ഞാൻ വായിക്കാം. ഡോക്ടർ ഡെലിവേർഡ്. ഡോക്ടർക്ക് ബെളിവേഡാണ്. ഇനി ആനന്ദ് വേണം. അതല്ലിത്ത മോള് പ്രസവിച്ചെന്ന്. അല്ലാ റബ്ബില്ലാലമീനായ തമ്പുരാൻ എന്തുട്ടായി കേക്കണ പുള്ളേ? ഇതിപ്പോ 4ാമത്തെ ആണല്ല. ഇവക്ക് ഇത് തന്നെ പരിപാടിയായിട്ട് കിടക്കണ. അല്ല, ഇത്താണ് മോൾക്ക് കുടുംബാസൂത്രണ വകുപ്പിലല്ലേ ജോലി? അതേ മോനെ. പിന്നെ എങ്ങനെ ഇങ്ങനെ വന്ന്? അതിന് അവക്കടെ കെട്ടിയോന് ഊർജിത കൃഷി വികസന ഓഫീസിലല്ലേ ജോലി. അവൻ ഓരോ പരീക്ഷണം നടത്താല്ലേ. അവൻ ബതക്കണ്, കൊയ്യണ്, കളപ്പുരയിൽ ശേഖരിക്കണ്, നമ്മളിവിടെ കിടന്ന് അണയ്ക്കണ്. അതെന്തിന്? ഈ കിടാങ്ങളെയൊക്കെ നമ്മൾ ചുമക്കണ്ടേ? എന്നാ ഞാൻ പോട്ടെ. വേണ്ട, ഞാൻ പോവാം. അല്ല പിന്നെ പോടാർന്ന്. അല്ലാ, അതാരാ പുള്ള ബേലിയുടെ കൂടെ നൊയ്യേറിന്. ഈ കമ്പി കഴിഞ്ഞിട്ട് ഇപ്പൊ സിമെന്റ് വരുന്നതായിരിക്കോ? ഞാൻ വന്നു. കൊടായിട്ടുള്ള വന്നേക്കണേ. അത് കൊടല്ല, എന്റെ വയറാ. ഓ, എന്നാലും മൗലവി വന്നല്ല. മൗലവിയല്ല, മാവേലി. നിങ്ങളുടെ ജാതി പറയുമ്പോ മാവേലി, ഞങ്ങളുടെ ജാതിക്കാർക്ക് അത് മൗലവിയാ മോനെ. അപ്പൊ ക്രിസ്ത്യാനികൾക്കോ? ക്രിസ്ത്യാനികൾക്ക് ദിവ്യബലി. അതെനിക്കിഷ്ടായി. അല്ല ഇത്ത, ഈ ആടിന്റെ മുഖത്തെന്താ പച്ച കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കണേ? ഇന്നലത്തെ പ്ലായില ഉണങ്ങി പോയോനെ. വേറെ മേടിക്കാനാണെങ്കിൽ ഇത്തടയില് കാശില്ല. അതുകൊണ്ട് ആടിന് ഇക്കാട പച്ച കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുത്തേക്കല്ലേ. പച്ചലേ നേരത്തെ വെച്ച് കാച്ചടവൻ. ഈ ആടിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പിന്നെ ആടിന്റെ ഗോമൂത്രം നല്ല ഔഷധമല്ലേ. അല്ല, ഇക്ക എവിടെ പോയി? ആശുപത്രിയിലെ. എന്ത് പറ്റി? ബെഡി നിർത്താൻ പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പൊ പട്ടാളത്തിലാണോ? ഏയ്, നാട് മുഴുവൻ നടന്ന് ബെഡി പറഞ്ഞു പറഞ്ഞ ആൾക്കാരെ പിടിച്ച് വഞ്ഞി കിട്ടുവാനെ. അത് ശരി. മോനെവിടെ? അവൻ നുഴഞ്ഞേറ്റക്കാരനല്ലേ. അപ്പൊ അവൻ അതിർത്തിയിലാണോ? ഒരിടത്തെത്തി പറഞ്ഞ അതിർത്തി തന്നെ. ഈ കിഴക്കേ അതിർത്തിയിലുള്ള നബീസ കുളിച്ചോണ്ടിരുന്നപ്പോ കുളിമുറിയിൽ നൊഞ്ഞേറിയോനെ ആൾക്കാരെ പിടിച്ച് കൈവച്ച്. അല്ല, ആരാ പോണ? ആന്ധ്രവാനാണല്ലടാ, ആന്ധ്രവാനാ. ഞാൻ നീ ആ കാശ് മേടിച്ച് തന്നില്ലല്ലോ, നീ അത് മറന്നുപോയാ? എന്റെ 24 മണിക്കൂർ ഇങ്ങനെ കാശെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ മറക്കാൻ ഇത്തിരി സമയം എന്താ? ആന്ധ്രമാനെ, എന്റെ മൗലവി, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കടം മേടിച്ച കാശ് ചോദിച്ചാ തരൂല. ഇത്തേടെ അവസ്ഥ ഇത്രയല്ലേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ ഇത്തേക്ക്? അതാണിന്ത്യയുടെ നാശം, കടമാണിന്ത്യയുടെ നേട്ടം. അതാണിന്ത്യയുടെ നാശം, കടമാണിന്ത്യയുടെ നേട്ടം. അതാണിന്ത്യയുടെ നാശം, കടമാണിന്ത്യയുടെ നേട്ടം. അതാണിന്ത്യയുടെ നാശം, കടമാണിന്ത്യയുടെ നേട്ടം. അതാണിന്ത്യയുടെ നാശം. വേണ്ടാത്ത എല്ലാ മന്ത്രിയും ഡൽഹിയില. നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഭരിക്കാനും വയ്യ, മിണ്ടാനും വയ്യ, കാണാനും വയ്യ, കേൾക്കാനും വയ്യ. രാജ്യമന്ത്രി എന്ന മറവിൽ ലക്ഷമുക്കുമെന്നും പതിവിൽ വോട്ടു ചെയ്ത നാം ജനം കഴുതകൾ. ഒടുവിൽ ഇന്ത്യ വല്ലവന്റെ ചെലവിൽ നമ്മൾ പട്ടി പോലെ തെരുവിൽ ഉള്ള മന്ത്രിമാർ വെറും ചിതലുകൾ. ഈ വേദം കിരാതം, ഈ രാജ്യം അനാഥം. ഈ വേദം കിരാതം, ഈ രാജ്യം അനാഥം. വേണ്ടാത്ത എല്ലാ മന്ത്രിയും ഡൽഹിയില. നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഭരിക്കാനും വയ്യ, ഇറക്കാനും വയ്യ. കടമാണിന്ത്യയുടെ നേട്ടം, കടമാണിന്ത്യയുടെ നാശം. കടമാണിന്ത്യയുടെ നേട്ടം, കടമാണിന്ത്യയുടെ നാശം. കടമാണിന്ത്യ. തൂശിമ കൂന്താരോ മുതൽ തക്കാക്കിലോ മുക്കാളി വരെയുള്ള സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം കലാഭവൻ മണിയും മാരുതി കാസറ്റ്സും ഒരുമിക്കുന്ന
മിമിക്സ് കോമഡി നാടൻ പാട്ടുകളുടെ ആൽബം ഉടൻ പുറത്തിറങ്ങുന്നു, പ്രതീക്ഷിക്കുക.